ഇല്ല ശിവാനി, ഇതിലൊരു മാറ്റവും ഇല്ല. എനിക്കുണ്ടായ നഷ്ടങ്ങളെ ഇത് ഭയങ്കര വലുതാ. ഞാൻ ഷോപ്പിൽ സ്റ്റോക്ക് എടുക്കാൻ പറ്റുന്ന പൈസയാ ഹോസ്പിറ്റലിൽ കൊണ്ട് ചിലവാക്കി തീർത്തത്. അറിയോ, ഞാൻ ഈ പാറമട വിട്ട് ഓടാൻ പോവില്ല. അതെ, ഞാൻ ഇവിടെ തന്നെ കാണും. ഞാനേ ഈ വീഡിയോ വൈറലാക്കും, കേസും കൊടുക്കും, നോക്കിയോ. നമ്മള് ഗേറ്റിന് മുമ്പ് എനിക്കൊന്ന് വെല്ലുവിളിച്ചിട്ടില്ല ഇറങ്ങിയത്, പിന്നെ ഇവിടെ നിൽക്കുന്നതിന്. എന്നാ നീയൊക്കെ കൂടെ ഒരു കാര്യം ചെയ്യും, എന്നെ അടുത്ത് ആ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടിരുത്ത്. ആകുമ്പോ അവർക്ക് എളുപ്പമാവല്ലേ പാറമട എടുത്തിടാൻ. ആ പ്രശ്നം തീരും, നിനക്കൊക്കെ സമാധാനാവുകയും ചെയ്യും. എന്ത് ശാന്തി പിടിക്കുന്നു മനുഷ്യൻ. ഇനി ഈ 2 കൈ മാത്രമേ ഉള്ളൂ മിച്ചം, അതും കൂടെ തല്ലി ഓടിക്ക്. നിനക്ക് എന്താ നിനക്ക് എന്തിന്റെ കേട്ടാ? നീ എന്താ ഇവിടെ വന്നിരിക്കണേ? നീ ഇപ്പൊ എന്തിനാണ് ശിവാനെ വിളിച്ചത്? ഞാനല്ലേ വിളിച്ചത്, എന്നെ ഇങ്ങോട്ടാ വിളിച്ചത്. കടയിൽ പോയിരുന്നോ കേട്ടല്ലേ? ഞാൻ ഈ കോളത്തിൽ എങ്ങനെയാണ് കടയിൽ പോയിരിക്കണത്? അമ്മൂമ്മരെ ബ്രാക്ക് പലിച്ച് അമ്മൂമ്മരെ ബ്രാക്ക് പോലെ തന്നെ നീ കടയിൽ ഇരിക്കാൻ പറ്റില്ല, നിന്റെ വീടിന്റെ ഫ്രണ്ടിൽ കാലുകുത്താനും പറ്റില്ല, അറിയോ? ശിബുവേ, ചേച്ചി ഒരു കാര്യം പറയട്ടെ. മക്കള് തൽക്കാലം വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കടാ. പറ്റത്തില്ല. എനിക്ക് എന്തോരം നഷ്ടം ഉണ്ടായിട്ടെന്ന് അറിയാമോ ഈ കാര്യത്തിൽ നിന്ന്? എനിക്കിപ്പോ ഒരു പരസഹായം ഇല്ലാതെ എണിച്ചെടുക്കാൻ പറ്റൂല. എന്തിനു പറയുന്നു? നീയൊന്ന് കക്കൂസി പോണെങ്കിൽ കുമാര സഹായം വേണം, അറിയോ? ചേച്ചിക്ക് നാട്ടു കേസ്, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഇതെന്റെ ജീവിത പ്രശ്നമാ. എന്തോരം ചെലവാക്കണമെന്ന് അറിയാം കുമാർക്ക് വേണ്ടിട്ട്. ഫ്രണ്ട്സാ? എന്ത് ഫ്രണ്ട്സ്? കുമാര കുഴിമന്തി അല്ലാതെ കുമാര തൊണ്ടേന്നൊന്നും ഇറങ്ങത്തില്ല, അറിയാമോ? നിനക്കെ ചെലവാക്കണാരാ? ഞാൻ ഇപ്പൊ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയേ പറ്റൂ. എന്താണേലും നഷ്ടപരിഹാരം തരാൻ പറ്റത്തില്ല. എന്നാ ഞാൻ കേസ് കൊടുക്കും. എടാ കഴുതേ, പ്രാഗിന്നും പറഞ്ഞിട്ട് ഏത് കോടതിയാടാ കേസ് എടുക്കുക? അങ്ങനെ വകുപ്പൊക്കെ ഉണ്ട്. അമ്മൂമ്മ എന്നെ പ്രാഗിയല്ലോ, അതില് മനസ്സ് വിഷമിച്ച് പോയപ്പോഴാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത്, മനസ്സിലായ? അപ്പൊ ഞാൻ ആ രീതിയിൽ ഞാൻ കേസ് കൊടുക്കും. മോനെ ശിവമോനെ, ചക്കരെ, നീ ഇപ്പം ഇവിടെ നെയ്ച്ചു പോണേണ് നിന്റെ ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിൽ അമ്മൂമ്മ ഇപ്പൊ പ്രാഗിയതുകൊണ്ടാണല്ലോ ഇങ്ങനെ ആയത്. നമ്മുടെ വേറെ കുറച്ച് സ്പെഷ്യൽ സാധനങ്ങളുണ്ട്. നിങ്ങളെല്ലാരും കൂടെ കളിക്കണതേ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം വെച്ചിട്ടാ, അത് ഓർത്തോ. എവന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അളിയ ഭാഗം പോവുക. അല്ല കഞ്ഞിവെള്ളം വല്ലതും വേണമെങ്കിൽ വീട്ടിലോട്ട് പോകാൻ തരാം. കഞ്ഞിവെള്ളം ശിവന്റെ പട്ടിക്ക് വേണം, എനിക്കൊന്നും വേണ്ട. അഹങ്കാരത്തിന് ഒരു കുറവില്ലല്ലോ. ചെറുപ്പക്കാരെ, നിന്റെ അടുത്ത് ഞങ്ങൾക്ക് ഇപ്പൊ കുറച്ചെങ്കിലും സെന്റിമെന്റ്സ് ഉണ്ട്, അത് നീ ആയിട്ട് ഇല്ലാതാക്കരുത് കേട്ടാ. വാടാ പോവാ. മുമ്മ വെറുതെ ആലോചിച്ചിട്ട് എന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നഷ്ടപരിഹാരം കൊടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവൻ കേസ് കൊടുക്കും. അവൻ 4 കൽപ്പിച്ചാണ്. എന്തിന്? എടാ പ്രാഗിയെന്നും പറഞ്ഞോണ്ട് ഒരു കോടതിയും കേസ് എടുത്തിട്ടില്ല. അത് കറക്റ്റാണ്. പ്രാഗി എന്നും പറഞ്ഞോണ്ടല്ലോ അവൻ കേസ് കൊടുക്കാൻ പോണെന്നാണല്ലോ അവൻ പറയണത്. പിന്നെ അവൻ പറയണ ലോ പോയിന്റ് വേറെയാണ്. അവൻ പറയണ എന്താണെന്ന് വെച്ചാല് അമ്മൂമ്മ അവനെ പ്രാഗിയല്ലോ, അപ്പൊ അവൻ മാനസിക സംഘർഷത്തിലായി. ആ മാനസിക സംഘർഷം വെച്ചോണ്ട് അവൻ വണ്ടി ഓടിച്ചു, പോയി ഇടിച്ചു, കാലൊടിഞ്ഞു. അപ്പൊ എന്തായി പ്രശ്നം? മാനസിക പീഡനം. അത് പോട്ടെന്ന് വെക്ക്, പോട്ട് എന്തെങ്കിലും ചെയ്യാം. അവൻ ആ വീഡിയോ എങ്ങനെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ നമ്മുടെ നാണം കെട്ടുപോകും. അജാതി പ്രാക്കല്ലേ പ്രാപിക്കുന്നത്. ആ ചെക്കൻ തട്ടിപ്പോവാത്തത് ഭാഗ്യമായി പോയി. നോക്കല്ലേ ഏട്ടെന്നെ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. തന്നേ തീരൂ നഷ്ടപരിഹാരം തന്നേ തീരൂ. പാറമട വീട്ടുകാരുടെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. പാറമട കണ്ട ഗുണ്ടായിസം കണ്ട.
മക്കളെ കല്ലിടാ അങ്ങനൊന്നും ചെയ്തുവിടാ കേട്ടോ. കല്ലുവേ സോറി ഷിബു മാമ. എനിക്ക് വേണ്ട നിന്റെ സോറി. റോക്സേ മാറി നിർത്തിക്കോ. കുറേയായി. ഇനി ഈ വീടിന്റെ വാതൊക്കെ കിടന്ന് ബഹളം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കും എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. അതന്നെ ഒരുമാതിരി വൃത്തിയായിട്ട് സ്വഭാവം കാണിക്കരുത്. നാട്ടുകാരൊക്കെ കണ്ട നാണക്കേടല്ലേ? നാട്ടുകാർ കാണട്ടെ, നിങ്ങൾ നാണം കേട്ടെ. റോക്സേ, നിങ്ങൾ എന്തൊരു ന്യായമാണ് ഈ പറയുന്നത്? നിങ്ങൾ ഏതോ മതിലിൽ കൊണ്ട് വണ്ടി ഇടിച്ചതിന് എന്റെ അമ്മമ്മയുടെ പ്രാക്കിനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു 5 പൈസ നഷ്ടം വരെ തരാൻ പോകുന്നില്ല. നിങ്ങൾ സ്ഥലം കലാക്കി നടക്കൂല, പൊക്കോ. ഞാൻ നടത്തി എടുക്കൂ, നോക്കിക്കോ. നീ അങ്ങോട്ടും കൊണ്ട് കിടന്ന് നടക്കത്തേ ഉള്ളൂ, അല്ലാതെ വേറൊരു തേങ്ങ നടക്കാൻ പോലില്ല. ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. ശുഭചേട്ടാ, ഇപ്പൊ ഇവിടുന്ന് പോയില്ലെങ്കിൽ അമ്മമ്മയെ കൊണ്ട് പിന്നെയും പ്രായിച്ച 2 കൈയും കൂടെ ഓടിപ്പിക്കും. കണ്ടാ, ഇവിടുത്തെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം അമ്മൂമ്മേനെ പ്രാക്ക് വലിക്കുമെന്ന്. ആറ് മോളെ എന്റെ കൂടെ കോടതി വരുമെന്ന് വരുമോ സാക്ഷി പറയാൻ? നോക്കേണ്ട മിഠായി മേടിച്ചു തരാം ചേട്ടായി. അത് പിന്നെ പിന്നെ മിണ്ടാതെ അവിടെ നിന്നോണം കേട്ടാ. சிபு இப்ப நீ கிளம்பிப்போ, அப்புறம் அம்மா நல்ல ஒரு முடிவா எடுப்பாங்க யோசிச்சு. இப்ப போப்பா. അയ്യാ, യോസിച്ച മുടിവെടുക്കാന് എന്ത് മുടിവെടുക്കാനാ? നിന്റെ വല്ല ഒരുപ്പുണ്ടോ? മിണ്ടാതെ അവിടെ നിന്നോണം. ഇറങ്ങി പോടാ. വിളിയടാ. തന്നേ തീരൂ നഷ്ടപരിഹാരം തന്നേ തീരൂ. 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 അമ്മൂമ്മ മിക്കവാറും കാശ് കൊടുക്കേണ്ടി വരും. ആണോ? 10 പൈസ ഞാൻ കൊടുക്കത്തില്ല. പാറമട വീട്ടിലെ ഗുണ്ടായിസ് അവസാനിപ്പിക്കുക. തന്നേ തീരൂ നഷ്ടപരിഹാരം തന്നേ തീരൂ. തന്നേ തീരൂ നഷ്ടപരിഹാരം തന്നേ തീരൂ. നിന്നെ ഒറ്റത്തോടെ പറഞ്ഞ മനസ്സിലാവൂലേ? റോക്സേ, ഇത് 5000 രൂപയുണ്ട്. മര്യാദയ്ക്ക് ഇത് വാങ്ങിയിട്ട് സ്ഥലം കല്ലേക്കാൻ നോക്കിയേ. 5000 രൂപ മിണ്ടാണ്ടിരിക്കണം. ശിവ, നിന്റെ അമ്മൂമ്മ ഇവ എങ്ങനെയൊന്ന് ഒഴിഞ്ഞു പോട്ട്. മനുഷ്യൻ ചെവിതല അയക്കുന്നില്ല. അളിയാ, ഒരു 5000 രൂപ എടുത്തിട്ടുണ്ടേ. പിടി. 5000 രൂപയൊന്നും പോരാതെ വരും. എന്തോ? 5000 രൂപ പോരാതെ വരും. വണ്ടിക്കൂലിയൊക്കെ ഒരുപാട് ചെലവായതാ. അതിന് നിനക്കെന്ത് വണ്ടിക്കൂലി? ഇവന്മാരല്ലേ ചുവന്നോണ്ട് കിടക്കണേ. അതാ പറഞ്ഞ വണ്ടിക്കൂലി ഒന്നും. ഇതിപ്പോ വാങ്ങിയിട്ട് പോകുന്നുണ്ടോ ഇല്ലയോ? ഇപ്പൊ ഇത് വാങ്ങാം, പക്ഷെ നാളെ ഇനിയും വരും. ബാക്കി പൈസയും കൂടെ വേണം. നമുക്ക് നോക്കാം. എടുക്കടാ വണ്ടി. അയ്യോ ടാറ്റ. അയ്യോ തല പോട്ടെ, പതുക്കെ പോട്ടെ, കട്ടറിടല്ലേ. എടാ ശിവു, പിന്നീന്ന് വിളിച്ച് നീ കാശ് കൊണ്ടുവെക്കോടാ. അതെ, സത്യമുള്ള കാശാ. എന്റെ സിദ്ധുമോനെ ഒട്ടകത്തെ കുളിപ്പിച്ചുണ്ടാക്കിയ കാശാ. ഇതെല്ലാം പരദേവതകൾ കണ്ടോണ്ടിരിക്കുക. നിനക്ക് ഈ കാശ് ഓതകത്തില്ലടാ. നീയേ ഇതിന്റെ ഇരട്ടി കാശ് നിന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു. ഇത് ചോനറത്തല ഭവാനിയാ പറയുന്നത്. പൊക്കോ നീ. വണ്ടി അടുപ്പിക്കടാ, വണ്ടി അടുപ്പിക്ക്. താഴെ ഇറക്കോ. അമ്മൂമ്മേ, ആ പൈസ വാങ്ങിച്ചോ, ഞാൻ മനസ്സോടെ തരുന്നതാ. ഒരു മിനിറ്റ്, എന്റെ കുറച്ച് പൈസ കൂടെ മിച്ചം ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് കുമാർക്ക് വല്ല തിന്നാൻ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന പൈസയാ. ഇതും കൂടെ വെച്ചോ. എനിക്കെങ്ങും വേണ്ട നിന്റെ കാശ്. പൈസ വേണ്ടെങ്കിൽ വേണ്ട, ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക. നേരത്തെ പ്രാവിയിലെ പ്രാക്ക് അതൊന്ന് തിരിച്ചെടുക്കാമോ പ്ലീസ്? കാലു പിടിക്കുക. അമ്മൂമ്മേ,